പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് വാഗ്ദാനങ്ങളൊക്കെ നൽകി വോട്ട് പിടിച്ച് ആക്സിഡന്റ് പറ്റി കാലൊക്കെ പ്ലാസ്റ്റർ ഇട്ടും വീണും അല്ലാതെ ഒരുപാട് പേര് അവിടെ അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ ദുരിതപൂർണ്ണമാണ്. ഇവിടുന്ന് കിലോമീറ്റർ നടന്നാലാണ് ബസ് സ്റ്റോപ്പ്. റോഡ് ഒരുപാട് പേർക്ക് അപകടം പറ്റി റോഡിന്റെ ദുരിതപൂർണമായ അവസ്ഥ അനുഭവിക്കുകയാണ്. നമസ്കാരം. വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഓരോ തവണയും LDF നേതാക്കന്മാർ രംഗത്തേക്ക് ഇറങ്ങാറുള്ളത്. ഈ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ടും സമാന രീതിയിലുള്ള വികസന നേട്ടങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ അതേ വികസന നേട്ടങ്ങൾ വരുമ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രചാരണത്തിന് വന്ന വാഹനമടക്കം നിന്നു പോകുന്ന സാഹചര്യത്തിലേക്ക് ഈ റോഡിന്റെ പരിതാപകരമായ അവസ്ഥ കാരണം ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും വലിയ പ്രശ്നങ്ങളാണ് അരുവിക്കരയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. ചേട്ടാ, അരുവിക്കരയിലെ റോഡിന്റെ അവസ്ഥ എന്താണ്? നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ഇതിലൂടെയല്ലേ വന്നത്? അത് തന്നെയാണ് അവസ്ഥ. ഇതിനു മുമ്പ് പരാതിയൊന്നും നൽകിയിരുന്നു. ഇവിടെ ഫ്ലക്സ് വെച്ചായിരുന്നു. MLA പേരിന്, മുഖ്യമന്ത്രിയുടെ തലയും ഉണ്ടായിരുന്നു, MLA തലയും ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ പിന്നീട് അവർ എഴുത്തങ്ങ് മാറ്റി. ഇപ്പോഴൊന്നും അറിയില്ല. അത് പഞ്ചായത്ത് ഇലക്ഷനിലായിരുന്നു അത് ചെയ്തത്. ഇപ്പോഴ് ഇലക്ഷൻ കഴിഞ്ഞു, അവർ ജയിച്ചു, എടുത്തങ്ങ് മാറ്റി. ഇലക്ഷൻ വന്നപ്പോ ഫ്ലെക്സും ബോർഡ് മാത്രമായിരുന്നുള്ളൂ, റോഡ് ഉണ്ടായിരുന്നില്ല. റോഡുണ്ടായിരുന്നു. റോഡ് ഇത് സടക്ക് യോജന പദ്ധതിയുള്ള റോഡാണ്. അത് ചെയ്തിട്ട് 12 കൊല്ലത്തോളമായി. ഇപ്പോഴാണ് ഇത്രയും പൊട്ടിപ്പൊളിഞ്ഞത്. ഇത് ബുദ്ധിമുട്ടല്ലേ? ആണ്. യാത്രകളൊക്കെ ആർക്കും പുതിയതായിട്ട് ഡ്രൈവ് ചെയ്യുന്നവർക്ക് ആർക്കും ബുദ്ധിമുട്ടാണ്. പഴയ ആൾക്കാർ എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചു പോകും, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ തവണ? ഉണ്ട്. ഇതിപ്പം ഇവർ ചെയ്തില്ലല്ലോ, അടുത്ത ആരെങ്കിലും വന്ന് ചെയ്യട്ടെ എന്ന് കരുതും. ചേച്ചി, ഇവിടെ അടുത്താണോ വീട്? എങ്ങനെയാണ് ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ? വളരെ ദുരിതപൂർണ്ണമാണ്. അപ്പൊ പരാതികളൊക്കെ നൽകിയിരുന്നു? ഉണ്ട്. പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് വാഗ്ദാനങ്ങളൊക്കെ നൽകി വോട്ട് പിടിച്ച് ആക്സിഡന്റ് പറ്റി കാലൊക്കെ പ്ലാസ്റ്റർ ഇട്ടും വീണും അല്ലാതെ ഒരുപാട് പേര് അവിടെ അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അതിനൊരു ശാപമോക്ഷമില്ല. ഇനിയൊരു മോക്ഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഇത്തവണത്തെ പ്രചാരണമൊക്കെ കാണുമ്പോ ആര് വരാനാണ് സാധ്യത? നമുക്ക് പറയാൻ പറ്റൂലല്ലോ, ജനങ്ങളുടെ കയ്യിലല്ലേ. ഇപ്പൊ ഇവിടെ മത്സരിക്കുന്ന നേതാക്കന്മാരെ അറിയാമല്ലോ. G. സ്റ്റീഫൻ ആണെങ്കിലും VS ശിവകുമാർ ആണെങ്കിലും NDA സ്ഥാനാർത്ഥിയാണെങ്കിലും ഒക്കെ പരിചിതമാണോ? സ്റ്റീഫൻ MLA മുമ്പ് കഴിഞ്ഞ വർഷം നിന്ന് ജയിച്ച ആളാണ്. പിന്നെ ശിവകുമാർ സാറ് നേരത്തെ അറിയാം, MP MLA മന്ത്രിയൊക്കെ ആയിരുന്ന ആളായിട്ട് സുപരിചിതനാണ്. അപ്പോ എന്താണ് ഇപ്പോ ഈ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? അത് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. ചേട്ടാ, ഒരു ഭരണ തുടർച്ച ഒരിക്കലും ഉണ്ടാവും. ആത്മവിശ്വാസമാണ്. കാരണം ആദ്യത്തെ 5 കൊല്ലം അവര് നേരാമണ്ണം ഭരിച്ചു. പിന്നീടുള്ളത് ജനങ്ങൾക്ക് ദുരിതം മാത്രമേ കൊടുത്തുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറയുന്നത്. ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. ചേച്ചി, എന്താണ് അരുവിക്കരയിലെ ജനങ്ങൾക്ക് പറയാനുള്ളത്? അല്ല, നിങ്ങളെ റോഡിന്റെ അവസ്ഥയൊക്കെ തന്നെ പറഞ്ഞാൽ മതിയല്ലോ. റോഡ് നന്നാക്കണമെന്ന് തന്നെ ഞങ്ങളെ താല്പര്യം. റോഡ് വേണം ഞങ്ങൾക്ക്. ഈ ആവശ്യങ്ങൾ മുന്നേ പറഞ്ഞിരുന്നു? ഇന്നൊക്കെ പറഞ്ഞത് തന്നെ, പല വർഷങ്ങളോട് പറയണ തന്നെ. ജയിച്ചാലും റോഡ് ശരിയാക്കും. ഇതുവരെ ഒന്നും ഇല്ലാതെ അവിടെയൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാരൊക്കെ വീഴുന്നു. ഇത് ചെറിയൊരു ഏരിയയിൽ മാത്രമല്ലല്ലോ, ഒരു ലോങ് ഡിസ്റ്റൻസിൽ ഇതേ അവസ്ഥയാണല്ലോ ഈ റോഡിനുള്ളത്. അപ്പൊ ഇതിനു മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ആരൊക്കെയായിരുന്നു വന്ന് കണ്ടിരുന്നത്? അവരോടൊക്കെ ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു? എല്ലാരും പറഞ്ഞല്ലോ, എല്ലാരും റോഡ് വേണമെന്നല്ല. അന്ന് അവരെന്താ പറഞ്ഞത്? ജയിച്ച ഉടനെ റോഡ് ശരിയായി തരുന്നു. അപ്പൊ ഇത്തവണ നേതാക്കന്മാര് വരുമ്പോഴും ഇതേ കാര്യങ്ങൾ പറയുന്നുണ്ടാവല്ലോ. പിന്നെ അപ്പൊ എന്താണ് അവരോട് പറയുന്നുണ്ടോ? ഇത് ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടതായിരുന്നു എന്ന് സൂചിപ്പിച്ചിരുന്നു. പറയും, ജയിച്ച ഉടനെ റോഡ് ശരിയാകുമെന്ന് പറയുന്നല്ലാതെ റോഡ് ശരിയാവണില്ല എന്ന് നമുക്ക് പറയാൻ എല്ലാവർക്കും. ഈ റോഡിന്റെ അവസ്ഥ മനസ്സിലാകും. അല്ലാതെ വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഈ ഒരു പ്രദേശത്തുകാർക്കുണ്ടോ? വാഹന സൗകര്യമില്ല. ഒരു ബസ്സേ ഉള്ളൂ. ഒരെണ്ണം ഉണ്ട്, പിന്നെ ഇല്ല. അതൊക്കെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾക്ക്. വണ്ടിയൊന്നും ഇല്ലാത്തവർക്ക് ഒരുപാട് നടന്നു വേണം ബസ്സിലൊക്കെ പോവാൻ. ഇതിനു മുമ്പ് KSRTC സർവീസ് ഉണ്ടായിരുന്നു. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് ബസ്സുകൾ റൂറൽ ഏരിയയിൽ നിന്ന് ടൗണിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ ബസ്സുകൾ ഈ റൂട്ടിലൂടെ ഉണ്ടായിരുന്നില്ല? ഇല്ല. അപ്പൊ ഇവിടെ ഒരുപാട് വികസന നേട്ടങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ സർക്കാരും നേതാക്കന്മാരും ഒക്കെ രംഗത്തേക്ക് വരുന്നത്. അപ്പൊ അരുവിക്കരയിൽ ഈ പറയുന്ന അവകാശവാദങ്ങളൊക്കെ സത്യമാണോ? എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടോ? ഒന്നുമില്ല. ഇവിടെ ഒരു ഹോസ്പിറ്റലില്ല.
ഒരു അംഗൻവാടി ഇല്ല, ബസ് സർവീസ് ഇല്ലേ ഇല്ല. രാവിലെ ഒരു ബസ് പോകുന്നുണ്ട്, ആ ബസ് പിന്നെ തിരിച്ചു വരുന്നില്ല. ഒരു ഷെഡ്യൂൾഡ് ആക്കാൻ പറഞ്ഞു, എന്നിട്ടും അതിനും ഇതുവരെ ഒരു പോംവഴി ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ ദുരിതപൂർണ്ണമാണ്. ഇവിടുന്ന് കിലോമീറ്റർ നടന്നാലാണ് ബസ് സ്റ്റോപ്പ്. റോഡ് ഒരുപാട് പേർക്ക് അപകടം പറ്റി റോഡിന്റെ ദുരിതപൂർണമായ അവസ്ഥ അനുഭവിക്കുകയാണ്. പലരും വീണും. ഞങ്ങളൊക്കെ ഈ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്ത് എത്തുമ്പോൾ ടൂ വീലറിൽ പോവുകയാണെങ്കിൽ ഇറങ്ങിയിട്ട് ആ സ്ഥലം കടന്നിട്ടാണ് പിന്നെ കയറി. ഇവിടുന്ന് സത്യം പറയുകയാണെങ്കിൽ തലസ്ഥാന നഗരത്തിലേക്ക് എത്താൻ ഏകദേശം ഒരു 10-20 മിനിറ്റേ ഉള്ളൂ. പക്ഷെ ഈ റോഡ് കടന്നങ്ങ് എത്തണമെങ്കിൽ 1/4 മണിക്കൂർ കഴിയുന്ന ചുരുക്കം. മുക്കാലൊന്നും പോരെന്ന് തോന്നുന്നു. പിന്നെ രാത്രിയും മഴയും കൂടെ ആണെങ്കിൽ പിന്നെ പറയാനേ വയ്യ. ഈ വെള്ളം കെട്ടി കിടന്ന ഈ കുഴിയുള്ള ഭാഗം അറിയാൻ പറ്റില്ല. അതൊക്കെ ഭയങ്കര അപകടമുണ്ട്. ഇവിടുന്ന് ഒരുപാട് പേര് കോർപ്പറേഷൻ ഏരിയയിലോട്ട് ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആ കുട്ടികളൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ മനസമാധാനം ഇല്ല. അപ്പോ അരുവിക്കാരക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഒന്ന് കൃത്യമായിട്ട് സുരക്ഷിതമായിട്ട് പോകാൻ പറ്റിയ ഒരു റോഡ്, അതോടൊപ്പം തന്നെ ആ റോഡിലൂടെ പോകാനുള്ള ബസ് സർവീസുകൾ വേണം എന്നുള്ളതാണ്. എന്തായാലും ഗതാഗത മന്ത്രിയുടെ അടക്കം മുൻപിലേക്ക് വെക്കുന്ന ആവശ്യങ്ങളാണ് ഇതൊക്കെ. ഇതിനൊക്കെയുള്ള മറുപടി ഈ വരുന്ന തിരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തുകാർ. ഞാൻ നിയോജകമണ്ഡലത്തിൽ ഓരോ സ്ഥലത്ത് പോയപ്പോ അവിടുത്തെ ജനങ്ങൾ, പാവപ്പെട്ടവർ എന്നോട് പറയുകയാണ്. ഇന്നലെ ഞാൻ നമ്മുടെ വിതുര തൊളിക്കോട് മേഖലയിൽ പര്യടനമായിരുന്നു. അവിടെ ജി കാർത്തികേയൻ MLA ആയിരുന്ന സമയത്ത് അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പദ്ധതിയാണ് വിതുര തൊളിക്കോട് ശുദ്ധജല പദ്ധതി. 10 കൊല്ലമായി. കാരണം ജി കാർത്തികേയൻ മരണപ്പെട്ടിട്ട് അത് കഴിഞ്ഞ 5 വർഷക്കാലം ഒരു MLA ഉണ്ടായി. 80% പൂർത്തീകരിച്ച ആ ശുദ്ധജല വിതരണ പദ്ധതി ഇതുവരെ ഈ ഗവൺമെന്റിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ ആളുകളുടെ മുഴുവൻ പോയപ്പോൾ പറഞ്ഞ്, സാറ് വന്നാൽ ഈ കുടിവെള്ള പദ്ധതി ഉടൻ നടപ്പിലാക്കണം. കുടിവെള്ളം കിട്ടുന്നില്ല. അത് ഓരോ പ്രദേശത്തും അത് തന്നെയാണ് സ്ഥിതിവിശേഷം. അപ്പോൾ അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മനുഷ്യന് കുടിവെള്ളം കിട്ടണം, റോഡുകൾ നന്നാക്കണം. അത് ആദിവാസി മേഖലയായാലും മറ്റേത് മേഖലയായാലും. ഈ റോഡ് നിങ്ങൾ കാണുന്നില്ല, തകർന്നടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു വികസന രേഖ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നുണ്ട് ജനങ്ങളുടെ. അത് നടപ്പിലാക്കും, ആ പദ്ധതികൾ നടപ്പിലാക്കും. അതുപോലെ തന്നെ അരുവിക്കരയുടെ ഈ നിയോജക മണ്ഡലത്തിന്റെ സാമൂഹികമായ പശ്ചാത്തലം മനസ്സിലാക്കി ഇവിടുത്തെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. അതിലേക്ക് വേണ്ടി ജനങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് ആ പദ്ധതികൾ രൂപം കൊടുക്കുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഇവിടെ UDF-ഉം LDF-ഉം തമ്മിലുള്ള മത്സരം നടക്കുമ്പോൾ 10 വർഷക്കാലമായ LDF ഗവൺമെന്റ് ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്ത ദ്രോഹം, ജനവിരുദ്ധമായ നടപടി, അതിനൊക്കെ പകരം വീട്ടാനെന്നുള്ള ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വ്യക്തികൾക്കൂടെ പ്രാധാന്യമില്ല. തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ നാടിന്റെ വികസനമാണ്, ജനങ്ങളുടെ ക്ഷേമമാണ്. അത് അവരെന്ത് ചെയ്തു, ഞങ്ങളെന്ത് ചെയ്തു എന്നുള്ളത്. ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് MLA-ആയിരുന്നു, മന്ത്രിയായിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ജനപ്രതിനിധിയായി. ഇന്ന് കാണുന്ന തിരുവനന്തപുരം നഗരത്തെ മാറ്റിയെടുത്തത്, ഈ വികസിത നഗരമാക്കി മാറ്റിയത് ഞാനവിടെ മന്ത്രിയായിരുന്ന സമയത്താണ്. ഈ തിരുവനന്തപുരം പട്ടണത്തിലെ മുഴുവൻ റോഡുകളും നവീകരിച്ച് അവിടെ ഫ്ലൈ ഓവറുകൾ നിർമ്മിച്ച് പഴയ തിരുവനന്തപുരം അല്ല അത് കൊണ്ടുവന്നത് ഞാനാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് തിരുവനന്തപുരത്തിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി എന്നുള്ള രീതിയിൽ ഞാൻ നടപ്പിലാക്കിയ പദ്ധതികൾ, അതുപോലത്തെ പദ്ധതികൾ എന്റെ മനസ്സിലുണ്ട്. അതിവിടെ നടപ്പിലാക്കും.